നമ്മൾ റിവിഷൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്കാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ധ്വനി. ധ്വനി എന്നുള്ള ടേം നമ്മൾ അതിൻ്റെ പ്രൊപ്പണൻ്റ് എന്ന് പറയുന്നത് ആനന്ദവർദ്ധനയാണ്. ആനന്ദവർദ്ധന. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് മീനിങ്. ഇത് ബേസിക്കലി മീനിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ ധ്വനിയെ നമുക്ക് ഒരു കവിതയുടെ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ്, ഒരു എസ്തെറ്റിക്സ് പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു കവിതയുടെ അല്ലെങ്കിൽ ഒരു പ്രോസിൻ്റെ നമ്മളതിനെ സെപ്പറേറ്റ് എടുക്കുകയാണെങ്കിൽ അതിനെ മീനിങ് എന്ന് പറയുമ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കുമെന്നാണ്, വായനക്കാർക്ക് ഡിഫറെൻ്റ് ആയിട്ട് അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റുമെന്നാണ് അദ്ദേഹം ഈ ധ്വനി എന്ന ഇതിൽ. ധ്വനി എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യം ധ്വനി എന്ന് പറയുന്ന തിയറിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന 3 ടേമാണ് അഭിധ, ലക്ഷണ ആൻഡ് വ്യഞ്ജന. അപ്പോൾ അഭിധ എന്ന് പറഞ്ഞാൽ ടെക്സ്ച്വൽ മീനിങ്, നമ്മൾ വൊക്കാബുലറി ഒക്കെ അറിയെങ്കിൽ ആ വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് അർത്ഥം ലെക്സിക്കൽ മീനിങ് എന്നൊക്കെ പറയും. ഒരു വാക്കിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലായി ഡയറക്റ്റ് മീനിങ് ആണ്. അതാണ് നമ്മൾ അഭിധ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് നമ്മുടെ ലക്ഷണ എടുക്കുകയാണെങ്കിൽ ലക്ഷണയിൽ നമ്മൾ മെറ്റഫറിക്കൽ മീനിങ് അല്ലെങ്കിൽ വി ക്യാൻ സേ ഇൻഡയറക്റ്റ് മീനിങ് എന്നൊക്കെ പറയാം. ആൻഡ് വെൻ കംസ് ടു വ്യഞ്ജന, വ്യഞ്ജന എന്ന് പറയുന്ന സജസ്റ്റഡ് മീനിങ് ആണ്. അക്കോർഡിംഗ് ടു ആനന്ദവർദ്ധന, ദ സജസ്റ്റഡ് മീനിങ് ഈസ് കൺസിഡർഡ് ആസ് ദ സോൾ ഓഫ് ദ പോയട്രി. സോ ഇറ്റ് വിൽ ബി എ ക്വസ്റ്റ്യൻ. ദ സോൾ ഓഫ് പോയട്രി ഈസ് the suggested meaning or dhvani.